ജമ്മു കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള മാംസാഹാരികൾക്കും സസ്യാഹാരികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പാഴ്സികൾക്കും ജൈനർക്കും ബുദ്ധർക്കും എല്ലാവർക്കും നല്ല നമസ്കാരം. മറ്റൊന്നിനെ കുറിച്ചുമല്ല ഇന്നത്തെ വീഡിയോ, അത് മാംസ ആഹാരത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഗോവധ നിരോധനത്തെ കുറിച്ചാണ്. ഗോവധത്തിന്റെ പേരിൽ രാജ്യത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം കേട്ടുകൊണ്ടിരുന്നത്. ഹരിയാനയിലാണ് ഗോരക്ഷാദൾ എന്ന സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ നടത്തി വരുന്ന ആക്രമണങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഹരിയാനയിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിലും സ്ഥിതിയൊന്നും വേറിട്ടതല്ല. ബീഫ് കയ്യിൽ വെച്ചു അല്ലെങ്കിൽ ബീഫ് ഭക്ഷിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ മനുഷ്യരെ ക്രൂരമായിട്ട് റോഡിൽ അടിച്ച് കൊല്ലാക്കൊല ചെയ്യുന്ന, അവരെ അവശരാക്കുന്ന അങ്ങേയറ്റം തീവ്രമായിട്ടുള്ള നിലപാടുകളാണ് ഗോരക്ഷാദളിന്റെ കീഴിലുള്ള ആളുകൾ നടത്തി വരുന്നത്. ഹരിയാന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബജ്രംഗ് പൂനിയയും വിനേഷ് ഫോഗട്ടും അടക്കമുള്ള കായിക താരങ്ങൾ, BJP സർക്കാരിനെ NDA സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ കായിക താരങ്ങൾ മത്സര രംഗത്ത് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്തകളെല്ലാം പറയുന്നത്. ഇതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഒരു ശക്തി പ്രകടനമായിരിക്കും ആം ആദ്മി പാർട്ടിയോടൊപ്പം ചേർന്നുകൊണ്ട് ഹരിയാനയിൽ നടക്കാനിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം കിട്ടിയ വിവരങ്ങൾ പറയുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയമായ പരിങ്ങലുകൾ ഉണ്ട് എങ്കിൽ തന്നെ തങ്ങളുടെ തീവ്രമായിട്ടുള്ള ഐഡിയോളജിയെ മാറ്റി നിർത്തുവാൻ, അല്ലെങ്കിൽ കുറച്ചൊന്ന് മൃദുത്വത്തോടുകൂടി സമൂഹത്തോട് ഇടപെടുവാൻ സംഘപരിവാറിനും ഗോരക്ഷാദളിനും BJPക്കും ഇതുവരെയും സാധിച്ചിട്ടില്ല. അസാം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹെമന്ത വിശ്വ ശർമ്മയെ പോലുള്ള ആളുകൾ സമൂഹത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്ന, മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് അകറ്റുന്ന നടപടികളാണ് അല്ലെങ്കിൽ പരാമർശങ്ങളാണ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഗോ മാംസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പശു രക്ഷയുടെ പേരിൽ മനുഷ്യനെ അടിച്ചു കൊല്ലുന്ന, മനുഷ്യനെ വെടിവെച്ച് കൊല്ലുന്ന വാർത്തകൾ കേൾക്കുന്നത്. അതായത് ഹരിയാനയിൽ പശുക്കടത്ത് ആരോപിച്ച് അല്ലെങ്കിൽ പശു മാംസത്തിന്റെ കടത്ത് ആരോപിച്ച് സ്വന്തം കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു +2കാരനെ നടു റോട്ടിൽ വെച്ച് ഈ ഗോരക്ഷാദളിന്റെ ആളുകൾ വെടിവെച്ച് കൊല്ലുകയാണ്. എന്നാൽ വെടിവെച്ചതിന് ശേഷമാണ് അവർക്ക് മനസ്സിലാക്കുന്നത് തങ്ങൾ വെടിവെച്ചത് ഒരു ബ്രാഹ്മണനെ ആയിരുന്നുവെന്ന്. ബ്രാഹ്മണ യുവാവിനെ വെടിവെച്ച് കൊന്നതിൽ ഇവർക്ക് ഒരു പക്ഷേ പ്രായശ്ചിത്തം ചെയ്യാൻ സാധിച്ചേക്കില്ല. ബ്രാഹ്മണ ഹത്യ കൊടും പാതകമെന്നല്ലേ ഹിന്ദു പുരാണങ്ങൾ പറയുന്നത്. എന്നാൽ ഒരു ബ്രാഹ്മണനാവട്ടെ, ഒരു ദളിതനാവട്ടെ, മുസ്ലിം ആവട്ടെ, ഗോ മാംസത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നത് ഒരേപോലെ തന്നെയാണ്. ഇവർക്കെല്ലാം ഇന്ത്യയിലെ ഏതൊരു പൗരനും ലഭിക്കേണ്ട അവകാശങ്ങൾ എല്ലാം ലഭിക്കേണ്ടതാണ്. എന്നാൽ അതില്ലാതെ സ്വന്തം ജീവനും സ്വത്തിനുമുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഈ ഗോരക്ഷാദളിന്റെ ഭാഗത്തു നിന്നും സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആക്രമണങ്ങൾക്ക്, അവരുടെ അതിക്രമണങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരിധിയും ഉണ്ടാകുന്നില്ല. ഇവരുടെ ഈ ആക്രമണങ്ങൾ പെരുകുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള മാംസാഹാരത്തിനെതിരായി നിൽക്കുന്ന ഒരു മതമാണോ ഹിന്ദു മതം? അല്ലെങ്കിൽ എന്ന് തൊട്ടാണ് ഹിന്ദു മതം ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിലൂടെ കടന്നു പോകാൻ തുടങ്ങിയത്? മഹാരാഷ്ട്രയിൽ വെച്ച് 72 വയസ്സുള്ള അഷ്റഫ് അലി എന്ന മുസ്ലിം വയോധികനെ ട്രെയിനിൽ വെച്ച് ഒരു കൂട്ടം യുവാക്കൾ കടന്നാക്രമിക്കുകയാണ്. എന്തിന്റെ പേരിലാണ്? അയാളുടെ കയ്യിലുണ്ടായിരുന്ന 2 ഭരണികളിലെ മാംസത്തിന്റെ പേരിലാണ് അഷ്റഫ് അലിയെ ആ യുവാക്കൾ മർദ്ദിക്കുന്നത്, മർദ്ദിച്ച് അവശനാക്കുന്നത്. ഇത് കാളയുടെ മാംസമല്ലേ എന്ന് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ യുവാക്കൾ അയാളെ മർദ്ദിക്കുന്നത്. സ്വന്തം മകളുടെ വീട്ടിലേക്ക് മകൾക്ക് കൊടുക്കുവാനുള്ള മാംസവുമായിട്ട് സ്വന്തം ഭരണികളിൽ നിറച്ചുകൊണ്ടു പോകുന്ന ആ വൃദ്ധന് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് മഹാരാഷ്ട്ര പോലീസിൽ ജോലിക്ക് കയറാനുള്ള മത്സര പരീക്ഷ എഴുതി കടന്നു വരുന്ന വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളാണ് ചെയ്തത് എന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരു ഹിംസയെ ഹിംസയായി പോലും കണക്കാക്കാൻ കഴിയാത്ത വിധത്തിൽ രാഷ്ട്രീയ തിമിരം ബാധിച്ച സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇതിനെ ഒന്ന് അപലപിക്കുവാൻ പോലും ഇതിനോടകം ശ്രമിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. രാംനവമി ദിനത്തിൽ JNU സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് നേരെയും ഒരു കൂട്ടം ABVP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കടന്നാക്രമണങ്ങൾ ഉണ്ടായി. ഈ രാമനവമി ദിവസത്തിൽ JNUവിലെ വിദ്യാർത്ഥികൾ മാംസം ആഹരിച്ചു എന്നതിന്റെ പേരിലാണ് അവർക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടായത്. ഇത്തരത്തിൽ മാംസ വിരോധിയായിരുന്നോ രാമൻ? മാംസം കഴിക്കാത്തയാളായിരുന്നോ രാമൻ? നമുക്കൊന്ന് പരിശോധിച്ചാലോ. രാമായണത്തിലെ സുന്ദരകാണ്ഡത്തിലടക്കം രാമൻ മാംസം ഭക്ഷിച്ചതായിട്ട് പറയുന്നുണ്ട്. രാമൻ ഉണക്കിയ മാംസം സീതയ്ക്ക് നൽകിയിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. മാളവിക ബെന്നിയെ പോലുള്ള ചരിത്രകാരികൾ
പറഞ്ഞു വെക്കുന്നുണ്ട് രാമൻ അമ്പും വില്ലുമായി കാട്ടിൽ വേട്ടയാടിയാണ് ജീവിച്ചിരുന്നത് എന്ന്. വേട്ടയാടിയ ഭക്ഷണം അയാൾ ആഹരിച്ചുവെന്നത് നിങ്ങൾ പറയുന്നത് പോലെ രാമൻ ഒരു സസ്യാഹാരി അല്ലായിരുന്നുവെന്ന് ഇത്തരത്തിലുള്ള ചരിത്രപരമായ ആന്ത്രോപോളജിക്കൽ ആയിട്ടുള്ള പൗരാണികമായിട്ടുള്ള തെളിവുകൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. രാമൻ മാംസാഹാരിയായിരുന്നു എന്ന കാര്യത്തിൽ ഇന്ത്യയിൽ പലപ്പോഴായി നടത്തിയിട്ടുള്ള ആന്ത്രോപോളജിക്കൽ സർവേകളിൽ ഇന്ത്യയിലെ 80% ആളുകളും മാംസാഹാരം കഴിക്കുന്നവരാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള സർവേകൾ നിരന്തരമായി നടത്തിയിട്ടുണ്ട്. ദേശീയ ശരാശരിയിൽ 2 പേരും മാംസം ഭക്ഷിക്കുന്നവരാണ്. ഋഗ്വേദത്തിൽ മൃഗബലിയെ കുറിച്ച് പരാമർശമുണ്ട്. മൃഗബലി കൊടുക്കാൻ കഴിയുന്ന 50ഓളം മൃഗങ്ങളുടെ പട്ടിക തന്നെ ഋഗ്വേദത്തിൽ നിന്ന് കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ബലികർമ്മങ്ങളുമായി ചേർത്ത് തന്നെ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. അത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ചാർവാകന്മാരെ കുറിച്ചാണ്. ബലി നടക്കുന്ന അല്ലെങ്കിൽ യാഗം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചാർവാകൻ വരികയാണ്. ചാർവാകൻ വരുമ്പോൾ അവിടെ യാഗത്തിന്റെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പൈക്കിടാവിനെ കാണുന്നു. അപ്പൊ ചാർവാകൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഈ പയ്യനെ ബലി കൊടുക്കാൻ നോക്കുന്നത്? അപ്പോൾ അവിടെ യജ്ഞം നടത്തുന്ന പൗരോഹിതന്മാർ പറയുന്നു, ഈ പയ്യനെ യാഗത്തിൽ ബലി കൊടുത്താലും ഇവയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് എത്തും. അപ്പോൾ ചാർവാകൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ പയ്യനെ അറുത്ത് നിനക്ക് സ്വർഗം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഈ പയ്യനെ അഴിച്ചു മാറ്റൂ, പകരം നിന്റെ പിതാവിനെ കെട്ടു, എന്നിട്ട് നിന്റെ പിതാവിനെ വെട്ടി ഉറുക്കൂ, അയാൾക്കും കിട്ടട്ടെ സ്വർഗം എന്ന് ചോദിച്ച ചാർവാകന്റെ യുക്തിബോധം നമ്മൾ കാണേണ്ടതാണ്. ഈ കഥ ചാർവാകന്റെ യുക്തിബോധത്തെ കുറിച്ച് മാത്രമുള്ളതല്ല. പുരാതന കാലത്ത് അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജിയുടെ ഭാഗമായി, ഹിന്ദു പൗരോഹിത്യത്തിന്റെ ഭാഗമായി, ആരാധന ക്രമങ്ങളുടെ ഭാഗമായി ഇന്ത്യയിൽ മൃഗബലി നടന്നിരുന്നു, പൈക്കളെ അല്ലെങ്കിൽ പശുക്കളെ ബലി ചെയ്തിരുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ കഥ. മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവന്മാരുടെ വിശിഷ്ട ഭോജനങ്ങളിൽ പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള മാംസാഹാരത്തെ കണക്കാക്കിയിട്ടുണ്ട്. ഈ മാംസാഹാരം കഴിക്കുന്ന പ്രധാനികളായിട്ട് ഭീമനെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള തെളിവുകളെല്ലാം മഹാഭാരതത്തിലും പുരാണങ്ങളിലും എല്ലാം വിസ്തരിച്ച് കാണുന്നുണ്ട്. ഇതിനു പുറമെ ബ്രാഹ്മണങ്ങളിൽ വീട്ടിലേക്ക് വിരുന്നുകാർ വരുമ്പോൾ അവർക്ക് ആതിഥ്യ മര്യാദയോടുകൂടി സൽക്കാരം നൽകുവാൻ വേണ്ടി പശുവിനെ കൊല ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഇതിന് പാണിനി നൽകുന്ന പേരെന്ന് പറയുന്നത് ഖോഗ്ന എന്നാണ്. ആയുർവേദത്തിൽ അജമാംസ രസായനം അടക്കമുള്ള 117ഓളം മരുന്നുകളുണ്ട്. ഈ 117ഓളം മരുന്നുകൾക്ക് പ്രധാനമായ ഇൻഗ്രീഡിയന്റ് ആയി ഉപയോഗിക്കുന്നത് മാംസമാണ്, പലതിന്റെയും മാംസം. ഇത്തരത്തിലുള്ള മാംസത്തെ കുറിച്ച് ഉള്ള ഇത്തരം തെളിവുകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആയുർവേദം പോലെ ഹൈന്ദവ സംസ്കാരത്തെ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തെ അങ്ങേയറ്റം മുറുകെ പിടിക്കുന്ന ഒരു ചികിത്സാ രീതിയിലടക്കം മാംസാഹാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഹിന്ദു സമൂഹത്തിന് മാംസാഹാരം വർജിക്കപ്പെടേണ്ട ഒരു കാര്യമായി മാറുന്നത്? അല്ലെങ്കിൽ മറ്റു മതക്കാർ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഹിന്ദുവിന് എന്താണ് പ്രശ്നം? ഹിന്ദുവിന്റെ പ്രശ്നമല്ല, ഹിന്ദു വർഗീയവാദികളുടെ പ്രശ്നമാണ്. അവർക്ക് സമൂഹത്തിൽ അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി സജീവമാക്കി നിർത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കിയേ തീരൂ. ആ സംഘർഷങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചേ തീരൂ. അവരുടെ ഈ ഒരു സൈദ്ധാന്തികമായിട്ടുള്ള ദൗർബല്യമാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഇങ്ങനെ കത്തിപ്പടർന്നു നിൽക്കുവാൻ കാരണമായി തീരുന്നത്. ഞാൻ എന്ത് കഴിക്കണം എന്നുള്ളത് എന്റെ മാത്രം ഇഷ്ടത്തെ അനുസരിച്ചിരിക്കുന്ന കാര്യമാണ്. അതിനനുസരിച്ച് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കഴിക്കും. ഞാൻ ഒരു പക്ഷെ എരുമയെ കഴിക്കും, പശുവിനെ കഴിക്കും, വേണ്ടി വന്നാൽ പട്ടിയെയും കഴിക്കും. അത് എന്റെ ഇഷ്ടമാണ്. എന്റെ ഇഷ്ടത്തിനൊത്ത ആഹാരം കഴിക്കുവാനുള്ള എല്ലാ വിധത്തിലുള്ള അവകാശവും ഇന്ത്യൻ ഭരണഘടന എനിക്ക് നൽകുന്നുണ്ട്. അങ്ങനെയുള്ള അവകാശമുള്ള എന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത് എന്നൊരാൾ ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടത് ഇവിടുത്തെ ഭരണ സംവിധാനം ഒന്നാകെയാണ്. ഗോവധ നിരോധനം നടപ്പാക്കിയിട്ടുള്ള, പശുവിന്റെ പേരിലുള്ള രാഷ്ട്രീയം സജീവമാക്കി നിർത്തുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും പശുക്കൾ നേരിടുന്നത് നരകയാതനയാണ് എന്ന കാര്യത്തെക്കുറിച്ച് സംശയമില്ല. കാരണം ഈ കച്ചവടക്കാർ പാൽ കറവ നിന്ന് കഴിയുമ്പോൾ പശുവിനെ പൊതുസ്ഥലത്തിലേക്ക് അഴിച്ചുവിടുകയാണ്. അങ്ങനെ അഴിച്ചുവിടുന്ന പശുക്കൾ പലരുടെയും സ്ഥലത്തേക്ക് അതിക്രമിച്ച് കടക്കുന്നു. ഇങ്ങനെ പശുക്കൾ അതിക്രമിച്ച് കടക്കാതിരിക്കുവാൻ വേണ്ടി സ്ഥല ഉടമകൾ, ഭൂ ഉടമകൾ കെട്ടിയുണ്ടാക്കിയ ഇരുമ്പ് വേലികളിൽ കുരുങ്ങി പല പശുക്കൾക്കും ദാരുണമായ അന്ത്യമാണ് ഉണ്ടാകുന്നത്. ഇതിനു പുറമെ തെരുവുകളുടെ വേസ്റ്റും അവയുടെ പ്ലാസ്റ്റിക്കും കഴിച്ച് നിരന്തരം പശുക്കൾ ദിനം തോറും
മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ പശുക്കളെ ഒന്നും സംരക്ഷിക്കാൻ ഒരു ഗോരക്ഷാ ദളിനും തോന്നിയിട്ടില്ല. ഈ പശുക്കളെ ഒന്നും സംരക്ഷിച്ചു നിർത്തുവാൻ, ഈ പശുക്കളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ ഒരു ഗോരക്ഷാ ദളിനും സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോഴാണ് മനുഷ്യർ പശുവിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നത്. അത്തരത്തിലുള്ള കൊലപാതകങ്ങളെല്ലാം അങ്ങേയറ്റം ബാലിശമെന്നും അങ്ങേയറ്റം ദയനീയമെന്നും മാത്രമേ പറയാനാവൂ.